വെൽക്കം ടു സാംസ വെൽനെസ്. ഡോക്ടർ സഞ്ജന ബേബി. നമുക്കിന്ന് ഉറക്കത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറയാം. ഉറക്കം നമ്മുടെ ജീവിതത്തിൽ വളരെയധികം അത്യന്താപേക്ഷിതമായ ഒന്നാണ്. എന്തുകൊണ്ട്? കാരണം നമ്മുടെ മെമ്മറി, നമ്മുടെ ചിന്താശക്തി, നമ്മൾക്ക് ഡിസിഷൻസ് എടുക്കാനുള്ള കഴിവ്, നമ്മളുടെ അറ്റൻഷൻ അഥവാ ശ്രദ്ധ, ഫോക്കസ്, ഇവയൊക്കെ നിർണ്ണയിക്കുന്നത് ഉറക്കമാണ്. ഇവയൊന്നും നമുക്ക് ശരിയായ തരത്തിൽ ചെയ്യാൻ പറ്റില്ല നമ്മുടെ ഉറക്കം ഡിസ്റപ്റ്റഡ് ആകുമ്പോൾ, നമ്മൾ ശരിക്കും ഉറങ്ങാതിരിക്കുകയാണെങ്കിൽ. പിന്നെ രണ്ടാമത്തെ കാര്യം, നമ്മൾ ഉറങ്ങിയിട്ടില്ലെങ്കിൽ നമുക്ക് കുറേ കാലം കഴിയുമ്പോൾ അൽഷൈമേഴ്സ് പോലെ ഉള്ള രോഗങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ കണ്ടിന്യൂസ്ലി നമ്മൾ രാത്രി ഉറങ്ങാതിരിക്കുന്ന ഒരാളാണെങ്കിൽ, അല്ലെങ്കിൽ വളരെ കുറഞ്ഞ മണിക്കൂറുകൾ മാത്രമേ ഉറങ്ങുന്നെങ്കിൽ ബ്രെയിൻ ഡാമേജസ് ഉണ്ടാക്കും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ, ബ്രെയിനിൻ്റെ ഉള്ളിലുള്ള മെറ്റബോളിക് ടോക്സിൻസ് ഉണ്ടാവും. മെറ്റബോളിസത്തിൻ്റെ ഭാഗമായിട്ടും ബൈ പ്രോഡക്റ്റ് ആയിട്ട് വരുന്ന സാധനങ്ങളും പലപ്പോഴും ടോക്സിൻസ് ആയിരിക്കും, വിഷാംശമായിരിക്കും. അപ്പോൾ അവ ചിലപ്പോൾ പ്രോട്ടീൻ്റെ രൂപത്തിലും ആവാം. ബീറ്റാ അമൈലോയ്ഡ് പ്രോട്ടീൻ എന്ന് പറഞ്ഞൊരു പ്രോട്ടീൻ ഉണ്ട്. അപ്പോൾ അതെല്ലാം ബ്രെയിനിൽ അങ്ങനെ കുമിഞ്ഞു കൂടും, എക്യുമുലേറ്റ് ചെയ്യുമ്പം അത് നെർവ്സിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കും, നീർക്കെട്ടുണ്ടാക്കും. പിന്നെ ബ്രെയിനിൻ്റെ ഒരു പ്രധാന പ്രശ്നം എന്ന് വെച്ചാൽ, ഓവർ സ്ട്രെസ് നമുക്ക് അനുഭവപ്പെടും ഉറങ്ങിയിട്ടില്ലെങ്കിൽ. പിന്നെ നമ്മുടെ സ്പീച്ച് എഫക്റ്റഡ് ആവും. നമുക്ക് ഒരു സ്ലേർഡ് സ്പീച്ച് പോലെ ആയിരിക്കും. നമുക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല. ഒരു അവ്യക്തത സ്പീച്ചിലുണ്ടാവും. നമ്മൾ കുറേ ദിവസം കണ്ടിന്യൂസ്ലി ഉറക്കമൊഴിഞ്ഞിരിക്കുകയാണെങ്കിലൊക്കെ അങ്ങനെ സംഭവിക്കാം. നമുക്ക് പെട്ടെന്ന് വാക്കുകൾ കിട്ടാത്ത അവസ്ഥ വരും. അപ്പോൾ ഇതെല്ലാം ബ്രെയിനിൻ്റെ പ്രവർത്തനങ്ങൾ ഡിസ്ട്രപ്റ്റഡ് ആവുന്നതുകൊണ്ട് സംഭവിക്കുന്നതാണ്. നമ്മൾ പ്രോപ്പറായിട്ട് ഉറങ്ങുകയാണെങ്കിൽ അതൊക്കെ റിവേഴ്സിബിൾ ആണ്. മനസ്സിലായോ? അപ്പം എല്ലാവരും ഉറക്കത്തിൻ്റെ ആ ഒരു പ്രാധാന്യം മനസ്സിലാക്കുക. ഇതൊക്കെ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഉറക്കത്തിലാണ് ബ്രെയിനിൻ്റെ റിപ്പയറിംഗ് മെക്കാനിസം നടക്കുന്നത്. റിപ്പയറിംഗ് മെക്കാനിസം എന്ന് പറഞ്ഞാൽ, ബ്രെയിനിൻ്റെ അകത്ത് ഒരു സിസ്റ്റം ഉണ്ട്, ഗ്ലിംഫാറ്റിക് സിസ്റ്റം, ഒരു പാത്വേ ആണ്. അപ്പോൾ അത് നമ്മളുടെ ബ്രെയിനിൻ്റെ ഉള്ളിലുള്ള മെറ്റബോളൈറ്റ്സിനെല്ലാം ക്ലിയർ ചെയ്യും. ഇങ്ങനത്തെ ടോക്സിൻസിനൊക്കെ ക്ലിയർ ചെയ്തിട്ട് ഈ പ്രോട്ടീൻ്റെ അക്യുമുലേഷൻ ഒന്നും പിന്നെ നടക്കില്ല. അപ്പോൾ അത് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് പ്രശ്നങ്ങളൊന്നും വരാത്തത്. നമുക്ക് ആർക്കും അൽഷൈമേഴ്സ് വരാത്തതിൻ്റെ കാരണം അതാണ്. അപ്പോൾ പ്രോപ്പർലി ഉറങ്ങുക, അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ DNA, നമ്മുടെ ബ്രെയിനിലെ ന്യൂറോൺസിൻ്റെ എല്ലാം DNA എന്ന് പറഞ്ഞ സ്ട്രക്ചർ ഉണ്ടല്ലോ, അതിൻ്റെ ബോൺസിൽ ബ്രേക്കേജ് വരാം നമ്മളുടെ ആക്ടിവിറ്റീസ് കൊണ്ട്. നമ്മളുടെ ബ്രെയിനിൽ ഒരുപാട് സ്ട്രെസ് വരുമ്പോഴും ഒരുപാട് ടോക്സിൻസ് കാരണമൊക്കെ ആ ഒരു സ്ട്രക്ചറിൽ പ്രശ്നം വരാം. അതൊക്കെ റിപ്പയർ ചെയ്യപ്പെടണം. ഉറക്കത്തിലാണ് അതൊക്കെ റിപ്പയർ ചെയ്യുന്നത്. പിന്നെ ബ്രെയിനിൻ്റെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനെ പറ്റി നിങ്ങൾക്കറിയാലോ, സെറോട്ടോണിൻ, ഡോപ്പമൈൻ ഒക്കെ ഹാപ്പി ഹോർമോൺസ്, അവയെല്ലാം ഒന്ന് റെസ്റ്റ് എടുക്കുന്നത് ഈ ഉറക്കത്തിലാണ്. എന്നിട്ട് അവ വീണ്ടും വളരെയധികം റീജനറേറ്റ് ചെയ്യപ്പെടുകയും നമ്മളെ വീണ്ടും നല്ല സിഗ്നൽസ് നമുക്ക് തരുകയും ചെയ്യും. അതായത് ഹാപ്പിനെസ് നമുക്ക് ഉണ്ടാക്കുന്നത് ഈ സെറോട്ടോണിൻ ആൻഡ് ഡോപ്പമൈൻ ഒക്കെയാണ്. അപ്പോൾ അതിൻ്റെ പ്രവർത്തനം ശരിക്കും നടക്കണമെങ്കിൽ നന്നായിട്ട് ഉറങ്ങണം. അപ്പം കീപ്പ് ഓൺ വാച്ചിങ് സാംസ വെൽനെസ്.